ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ചെന്നൈ എയർപോർട്ടിൽ വെച്ചിട്ട് കണ്ടിരുന്നു എന്ന് ലൈവിൽ വന്നിട്ട് DJ സിബിനും അതുപോലെ തന്നെ ആര്യ ബെഡായും പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കാഞ്ചീപുരത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്താണ് അത്രേ കണ്ടത്. അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ സിബിൻ പോയി ആര്യ പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിച്ചു. അപ്പോൾ ആര്യയുടെ എടുത്ത് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: നേരത്തെ തന്നെ ആ ഒരു പാവ അവർ വീട്ടുകാർ കൊണ്ടുപോയൊരു പാവയില്ലേ, ഒരു പാണ്ടയുടെ പാവ, ആ പാവ കൊടുത്ത് വിട്ടിരുന്നു ജാസ്മിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടുത്തെ ഡയറക്ടർ അത് കൊടുത്തില്ല. അപ്പോൾ ഫാമിലി റൗണ്ടിൻ്റെ സമയത്ത് ഇവർ ചെന്നപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ട് അവരോട് ദേഷ്യപ്പെട്ടു എന്നു. അവരത് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോവാണ്, ഞങ്ങൾ ഈ ഷോ നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അത്രേ ആ ഒരു ഇത് ബൊമ്മ കയറ്റാനുള്ള അനുവാദം കിട്ടിയത്. അങ്ങനെ ആ ബൊമ്മ അകത്ത് കയറ്റി. ബാക്കിയെല്ലാം ജാസ്മിൻ്റെ വാപ്പ അവരാരും പറഞ്ഞിട്ട് ചെയ്തതല്ല, മകളെക്കുറിച്ച് കൺസേൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തതാണ് എന്ന് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞു. സിബിന് ജാസ്മിൻ്റെ ആർമിയിൽ നിന്ന് ഒരുപാട് വധഭീഷണികൾ വരുന്നുണ്ട്, സിബിനിട്ട് പണിയാം എന്നൊരു ഗ്രൂപ്പിൽ ഒരെണ്ണം വന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞത് അത് ഞാൻ ഉറപ്പായിട്ട് അവരോട് ചോദിക്കാം, ഞങ്ങളത് പെയ്ഡായിട്ടുള്ള ഒരു ആർമിയല്ല, അത് അവർക്ക് ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ തുടങ്ങിയ ഒരു ആർമിയാണ്, അതിൽ അദ്ദേഹവും ഉണ്ട്, പക്ഷേ ഇവർക്കൊന്നും ഒരു 10 പൈസയും കിട്ടില്ല, പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിന് ഒരു നാരങ്ങ വെള്ളം പോലും മേടിച്ച് കൊടുക്കില്ല എന്നൊക്കെ അദ്ദേഹം ഒരു സർക്കാസമായിട്ട് സിബിനോട് പറഞ്ഞുവെന്നും സിബിൻ പറയുന്നുണ്ട്. സിബിനോടും ആര്യയോടും ഒക്കെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയൊക്കെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറിയതെന്നും ആര്യയും സിബിനും പറയുന്നുണ്ട്. പിന്നെ സായി ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സായിയോട് പറഞ്ഞ് വിട്ടിരുന്നു ജാസ്മിനോട് ഇന്ന കാര്യങ്ങൾ പറയാൻ, അവർക്ക് എതിർപ്പുണ്ട്, ഗബ്രിയായിട്ടുള്ള ഒരു കോംബോയിൽ എതിർപ്പുണ്ടെന്ന് പറയാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു. അത് സായി അവിടെ ചെന്ന് പറഞ്ഞപ്പോഴാണ് സായിക്ക് വാണിംഗ് കിട്ടിയത്. അന്നേരം ജാസ്മിൻ ഒരു നോമിനേഷൻ്റെ സമയത്ത് ഈ ഒരു കാരണം കൊണ്ട് സായിയെ നോമിനേറ്റ് ചെയ്തപ്പോൾ ശരിക്കും ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ദേഷ്യമാണ് വന്നത്. അന്നേരം അവളെ എങ്ങനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നും പറഞ്ഞു. പിന്നെ ഗബ്രിയെ വിളിച്ചിട്ട് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞത്ര, ഇനി ഒരു ഇൻ്റർവ്യൂവിലും എൻ്റെ മോളുടെ കാര്യം പറയരുത്, എൻ്റെ മോളുടെ ഗെയിം കഴിഞ്ഞു, നിങ്ങൾ ഔട്ടായി, ഇനി മോൾക്ക് അങ്ങനെ ഉമ്മ കൊടുത്തത് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നും ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞു. അത് ഗബ്രി അനുസരിച്ചു എന്നും സിബിനോട് വാപ്പ പറഞ്ഞു.